ശ്രദ്ധിച്ച് കാണുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ചോദിക്കുന്ന വളരെ ഇറലവന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണേലും ആവാം. പക്ഷെ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അതിൽ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കേട്ടല്ലോ. ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ 45 സെക്കൻഡ് സമയം നിങ്ങൾക്കുള്ളിൽ. ഓക്കെ, ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. ആ പറഞ്ഞോ ആശാനെ. സ്കൂളിൽ പോയോ? രണ്ട് പിള്ളേരെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടാ വന്നേ. പിള്ളേരെ കൊണ്ടുവിട്ട കാര്യമാണോ ഞാൻ പറഞ്ഞത്? വെള്ളാരം കുന്നിലേറി സ്കൂളിൽ പണിക്ക് പോയോ നിന്ന്? ആ പോയി. ആ മറ്റവൻ വന്നോ? അവൻ വന്നില്ല, അവന് ഇച്ചിരി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആ ശരി, അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കിക്കണം. കണ്ടോ? ഭയങ്കര ഡിസ്ട്രാക്ടിങ് വീഡിയോ ആയിരുന്നു. അതിനിടയിലൊക്കെ വേറെ ഒരുപാട് സംഭവങ്ങൾ, വേറെ പല ആൾക്കാരുടെയും ഒക്കെ പിക്ചേഴ്സും ഒക്കെ കണ്ടു അല്ലേ. ഞാൻ ആരാണെന്ന് ഒന്നും പറയത്തില്ല. ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. കാരണം അത് മനസ്സിൽ നിൽക്കവേ തന്നെ നിങ്ങൾക്ക് ചോദ്യം കിട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമാവില്ല. ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ പ്ലീസ്. തന്റെ എത്ര കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി എന്നാണ് പണിക്കാരൻ പറയുന്നത്? ഒന്നുകൂടെ ഇടൂ. നീ വേണമെങ്കിൽ ആ കുട്ടികളെ കാണിച്ചു തരാം, അല്ലാതെ ഇടില്ല. ഉത്തരം അറിയാവുന്ന ഉത്തരം പറയാം, ചിലപ്പോ അത് ശരിയാവാം. പിന്നെ ഉത്തരം പറയാലോ, കോൺഫിഡന്റ് ആയിട്ട് പറയൂ. 3 എന്നാണ് ഉത്തരം പറയുന്നത്. അത് ഫൈനൽ ഉത്തരമാണോ? 3 ഫൈനൽ ഉത്തരമാണോ അല്ലയോ എന്നോട് പറയൂ. ആണ്. എന്നാൽ തെറ്റി ആ ഉത്തരം തെറ്റാ. ഇല്ല, നിങ്ങൾക്കില്ല. ഇനി ഓഡിയൻസ്, your turn. ആർക്കൊക്കെ ഉത്തരം അറിയാം? അതിൽ കാണിച്ച എത്ര കുട്ടികൾ? ആദ്യം കൈമുക്കി എത്ര കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്? 2 കുട്ടികൾ. Absolutely right. സ്റ്റേജിലോട്ട് വാ. വെൽക്കം. പേരെന്താണ്? ഫ്ലൈ വീണ. ഫ്ലൈ വീണ? ഫ്ലൈറ്റിൽ വീണ? വീണില്ല, വീഴാറാവുന്നേ ഉള്ളൂ. ഫ്ലൈ വീണ അതാണോ പേര്? നല്ല പേരേട്ടാ. VEN. ഈ കുട്ടി വരുമ്പോ മാത്രം ആ ഉബുസേല ഊതിയൊന്ന് കാണട്ടെ. ഒന്നുകൂടെ ഊതിക്കേ, കേക്കട്ടെ. വളരെ നന്നായിട്ട്. വീട്ടിൽ വേറെ ആര്? ചേട്ടന്റെ പേര്? ഫ്ലൈവിൻ. ഓ, മറ്റേത് ഫ്ലൈവി, ഇത് ഫ്ലൈ വീണ. ഞാൻ കരുതി ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്റർ വേണോ? അച്ഛന്റെ പേര് ജെറ്റ്. തൃശ്ശൂർ മണ്ണുത്തി. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഡോക്യുമെന്റ് ആധാരം എഴുത്ത്. ആ, ഒരിക്കലും കള്ള ആധാരം നിങ്ങളുടെ പേരിൽ വരരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ കയ്യടി കൊടുത്ത് ആദ്യം ആ ബോബൻ ചേട്ടൻ 2 എന്ന് പറഞ്ഞല്ലേ? അല്ല, ഞാൻ തന്നെ 2 എന്ന് പറഞ്ഞു. ആ, അത് ഞാൻ കേട്ടു. അതല്ല ഞാൻ പറയാം, കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ. മിഥുനെ, ആ ടീമിൽ സംഭവിക്കുന്നത് ബോബൻ ചേട്ടൻ പറഞ്ഞ എല്ലാം കറക്റ്റാ. അത് അംഗീകരിക്കുന്നില്ല. നമുക്കൊന്ന് ടീം മാറിയാലോ. ഓക്കെ, അപ്പോ ഫ്ലൈ വീണ പറഞ്ഞു. 45 സെക്കൻഡ് കൊണ്ട് ഫ്ലൈ ചെയ്യാനായിട്ട്. എന്റെ അമ്മേ, അപ്പൊ ഫ്ലൈ വീണ കണ്ട സപ്പോർട്ട് കണ്ട അല്ലേ? അവിടെ ഒരാൾ മാത്രം കൈയടിച്ചില്ല. പേടിക്കണ്ട, അകത്ത് കയറിയാൽ ഈ ഗെയിം പാസ്സായി കഴിഞ്ഞുണ്ടല്ലോ, എത്ര വേണേ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ് ടു യു. മീനാക്ഷി. യെസ് മിഥുൻ ചേട്ടാ. അപ്പം 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ടാസ്ക് ആണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത്. ടാസ്കിന്റെ പേരെന്താണെന്നറിയോ? ഒട്ടിപ്പോ. യെസ്. അപ്പൊ ഇവിടെ ആയിട്ട് കുറച്ച് പീപ്പികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ വിസിൽ ഇങ്ങനെ ഊതി ഈ സ്റ്റിക്കർ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ റൗണ്ടിൽ നമ്മൾ ഒട്ടിപ്പോ എന്ന് പേരിട്ടിട്ടുള്ളത്. യെസ്. അപ്പൊ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു വിൽ ഗെറ്റ് 45 സെക്കൻഡ്സ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകിയ റെഡ് റിബൺ വെച്ച് കയ്യിൽ ഒതുങ്ങാവുന്ന മാക്സിമം ഗിഫ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് കിടക്കാം. മിനിമം 3 എണ്ണമെങ്കിലും നിങ്ങൾ എടുക്കണം. ഓക്കെ, മിനിമം 3 സ്റ്റിക്കർ എങ്കിലും എടുക്കണം. യെസ്. ഓക്കെ, ഓടു വാരു നേടു. ഗോ. പോലെ അബദ്ധം പറ്റരുത്. ഒട്ടുന്ന സ്റ്റിക്കറുകൾ എടുക്കുക. വെരി ഗുഡ്. സമയമുണ്ടായിരുന്നു. താങ്ക് യു.
അങ്ങനെ പലതും പറയും. കറക്റ്റ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. അല്ല സമയം ഉണ്ടായിരുന്നു. തരത്തില്ല. ഇനി ഒരെണ്ണം കൂടി 8 എടുക്കായിരുന്നു. സെക്കൻഡ് ഉണ്ടായിരുന്നു. തരത്തില്ല, ചോദിക്കണ്ട, തരത്തില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകിയ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ. ഓഡിയൻസ് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? മനമുരുകി പ്രാർത്ഥിക്കുക എവർക്ക് കിട്ടാതിരിക്കാൻ. Congratulations, Flyvina. Flyvina is all yours. ഒരെണ്ണം ഫ്ലൈവിക്കും കൂടി കൊടുക്കണേ. പിന്നെന്താ കൊടുക്കാൻ? ഇനി ജീവിതകാലം മുഴുവൻ മണ്ണുത്തിൽ ഹെലികോപ്റ്റർ വേണമെന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.